തിരുവനന്തപുരം നെടുമങ്ങാട് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങിയിട്ട് 3 ആഴ്ച. അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്ന് ആരോപണം. തിരുവനന്തപുരം നെടുമങ്ങാട് 12 വർഷം മുൻപ് മുനിസിപ്പാലിറ്റിയുടെ വാർഷിക ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുടിവെള്ള പൈപ്പാണ് പൊട്ടിയത്. കാലപ്പഴക്കം വന്ന് പൈപ്പുകൾ ദ്രവിച്ചതാണ് വെള്ളം നഷ്ടമാകാൻ കാരണം. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പായിട്ടാണ് ഈ പൈപ്പ് ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒലിക്കാൻ തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ അവിടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, വാട്ടർ സപ്ലൈ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു അവരോട് ആൾ വരും, അവരൊന്നും രണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞു. 10-15 വർഷം പഴക്കമുള്ളതാണ്, അവർ ജെ പൈപ്പാണ്, അത് പൊട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് നോക്കിയെന്ന് പറഞ്ഞു. നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ഇവിടെ വരും, ഉടനെ ശരിയാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ വിളിച്ചാൽ പറഞ്ഞു അത് ഞങ്ങൾ ആളെ വിട്ടിട്ടുണ്ട്, ഞങ്ങൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, വരും ഒന്ന് ചെയ്തോളാം പറഞ്ഞു. പക്ഷേ ഇതേ ദിവസം വരെ അവരവരെ നോക്കാനോ എന്താണെന്ന് പറയാനോ അവർ തയ്യാറില്ല. ഇതാണ് ഇതിൻ്റെ സംഭവം. ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളം ഇങ്ങനെ 3 ആഴ്ച കൊണ്ട് ഇങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് ഓഫീസിൽ നമുക്കൊരു നിരുദ്ദേശം പോലെയാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉടനെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. നെടുമങ്ങാട് നഗരസഭയിലെ മുഖവൂർ വാർഡിലെ തൊണ്ടിക്കര പ്രദേശത്തെ GI പൈപ്പിന്റെ താഴ്ഭാഗം ദ്രവിച്ചു പൊട്ടിയാണ് വെള്ളം പാഴാകുന്നത്. വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികൃതർ വന്നു നോക്കിയെങ്കിലും 3 ആഴ്ചയായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. വേനൽക്കാലമായതോടെ കിണർ വറ്റിയതിനെ തുടർന്ന് തൊണ്ടിക്കരയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന പൊതുപൈപ്പാണിത്. എത്രയും വേഗം പൈപ്പ് ലൈൻ ചോർച്ച ഒഴിവാക്കി കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.